ശിവായ. ഓം മമ ഗുരു മഹാദേവ നമസ്തുതേ. മഹാദേവനിലും സ്വയംഭൂസ്ഥാനിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ആ സജ്ജനങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കുന്നതിലേക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കട്ടെ. കേരളത്തിൽ എന്നല്ല ലോകത്ത് മലയാളികൾ എവിടെയുണ്ടോ എല്ലാവരും ഓണാഘോഷങ്ങളുടെ തിരക്കിലാണ്. എന്നാൽ നമ്മുടെ നാട്ടിലുണ്ടായ ചില ദുരന്തങ്ങളും അതിലുപരി മറ്റ് പല വിഷയങ്ങൾ അനുഭവിക്കുന്നവരിൽ ഓണം ഇത്തവണ എത്തുന്നില്ല. അവർക്ക് അവരുടെ നഷ്ടപ്പെട്ടതൊക്കെയും അതിന്റെ ദുഃഖങ്ങളിൽ നിന്നൊക്കെയും അവർ കരകയറിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓണം എന്ന് പറയുന്നത് ഗുരു ഇതിനു മുമ്പും പറഞ്ഞു തന്നിട്ടുള്ളത് പോലെ തന്നെ ക്ഷമയുടെയും സഹനത്തിന്റെയും ദാനത്തിന്റെയും കൂടി ഉത്സവമാണ്. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്ത് മിക്കവാറുമുള്ള കാർഷിക വിളകൾ വിളവെടുക്കുന്നതിന് ഒരു ഉത്സവമായിട്ട് കൂടി ഇത് കാണുന്നുവെങ്കിലും നമ്മൾ പഠിച്ചതും കേട്ടതും അറിഞ്ഞതുമായ കഥകളിൽ കൂടി നമ്മുടെ പിതാക്കന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കഥയിൽ കൂടി നമുക്ക് മനസ്സിലാക്കുന്നത്, ഒരു ഈശ്വരന്റെ മുന്നിൽ തന്റെ സകലതും ദാനമായി നൽകിയ ഒരു രാജാവിന്റെ കഥയാണ്. രാജാവ് അസുരനായിരുന്നു. വന്നതോ ലോകത്തിലെ ഏറ്റവും പൊക്കം കുറഞ്ഞൊരു മനുഷ്യൻ. അസുരൻ എന്ന് പറയുമ്പോൾ മനസ്സുകൊണ്ട് ദൈവിക ഗുണങ്ങളുള്ള ആളായിരുന്നുവെങ്കിലും ജന്മം കൊണ്ട് അസുരനുമായിരുന്നു. അത്തരത്തിലൊരു കഥയാണ് ബലിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. മനസ്സുകൊണ്ട് ദൈവിക ഗുണങ്ങളുള്ളത് കൊണ്ടായിരിക്കാം അത്തരത്തിൽ മാവേലി നാടുവാണിയിടുന്ന കാലം എന്നുള്ള പാട്ടൊക്കെ ഉണ്ടായത്. ആ ഒരു ഭരണകാലത്തെക്കുറിച്ചുള്ള ഒരു പ്രകീർത്തനങ്ങളിൽ ഉള്ള ഒരു ഗാനം നിങ്ങൾ കേട്ടതും പഠിച്ചതും ഒക്കെ. അപ്പോൾ നോക്കൂ, തന്റെ ഭരണത്തിന്റെ ശക്തി കൊണ്ടും തന്റെ ശരീരത്തിന്റെ ശക്തി കൊണ്ടും എല്ലാ രീതിയിലും ശക്തിമാനായിരുന്നിട്ടും തന്റെ മുന്നിൽ വന്ന ഏറ്റവും പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ എല്ലാവരും അത് വിഷ്ണു ഭഗവാന്റെ അവതാരമായിട്ട് കാണുന്നു. എങ്കിലും നമ്മൾ മറ്റൊരു രീതിയിൽ സങ്കല്പിച്ചു നോക്കുക. തന്റെ അധികാരം കൊണ്ടും തന്റെ ശക്തി കൊണ്ടും ആ വന്ന മനുഷ്യനെ മടക്കി അയക്കാം, നിന്ദിക്കാം, അവഹേളിക്കാം. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കിന് വില കൽപ്പിച്ചുകൊണ്ട് തന്റെ സകലതും അവിടെ ദാനമായി നൽകി. തന്റെ ശിരസ് പോലും ദാനമായി നൽകി. മറ്റുള്ള കഥകളൊക്കെ ഗുരു മുൻപത്തെ പ്രഭാഷണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഓണക്കാലത്ത് മാവേലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയതല്ല മഹാബലിയെ, മാവേലിയല്ല മഹാബലി, സുതലം എന്ന സ്വർഗത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത് എന്ന് കൂടി പറഞ്ഞു. അവിടെ ഇരുന്നാൽ ഭഗവാനെ നേരിൽ കാണാൻ കഴിയുന്ന ഒരു സ്ഥലം, അത് മനസ്സാണ്. മഹാബലിയെ മലയാളികളുടെ മനസ്സിലേക്കാണ് മാറ്റിയത്. സുതലം എന്ന് പറഞ്ഞാൽ മനസ്സാണ്. ആ മനസ്സിലേക്കാണ് മാറ്റിയത്. അവിടെയാണ് ഭഗവാൻ കുടിയിരിക്കുന്നത്. ആ മനസ്സിൽ ഇരിക്കുന്നിടത്ത് എന്താ ഉള്ള ഭഗവാനുണ്ട്. ഭഗവാൻ ഉള്ള സ്ഥലത്തേക്കാണ് മഹാബലിയെയും മാറ്റിയത്. അപ്പോൾ മനസ്സുകളിലാണ് ഭഗവാൻ ഉള്ളത്. നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ മനസ്സിൽ കുടിയിരുത്തിയാൽ അത് ഭഗവാൻ ഇരിക്കുന്ന സ്ഥലമാണ്. അത്തരം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കഴിഞ്ഞ ഓണക്കാല പ്രഭാഷണത്തിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. അങ്ങനെ
ത്യാഗ മനോഭാവത്തിന്റെ ഒരു ഉത്സവം കൂടിയാണ് ഓണം എന്ന് പറയുന്നത്. നോക്കൂ, ഏറ്റവും നല്ല രീതിയിൽ രാജ്യഭരണം നടത്തിയിരുന്ന ഒരു രാജാവിനെ ഇല്ലായ്മ ചെയ്തതിലുള്ള ആഘോഷമല്ല ഓണം എന്ന് പറയുന്നത്. ഏറ്റവും നല്ല രീതിയിൽ പ്രജകൾക്ക് ക്ഷേമം നൽകിക്കൊണ്ടും പ്രജാക്ഷേമ തൽപരനായിക്കൊണ്ടും എല്ലാ കാര്യത്തിലും അതുകൊണ്ടാണ് അതിൽ പറയുന്നത് ബാലമരണങ്ങൾ കേൾക്കാനല്ല. കാരണം കുട്ടികൾ പോലും നല്ല ആരോഗ്യമായിട്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ട ആഹാരങ്ങളും പോഷകങ്ങളും ഒക്കെയും നൽകുന്നുണ്ട്. അങ്ങനെ കുട്ടികൾ മുതലേ ഒരു മനുഷ്യന്റെ പരിപാലനത്തിൽ ആ രാജാവ് തൽപരനായിരുന്നു. കുട്ടികളെ ആരോഗ്യത്തോടെ വളർത്തിയാലേ പുതിയ തലമുറയുണ്ടാകൂ എന്നുള്ള കാര്യത്തിൽ ആ രാജാവ് തൽപരനായിരുന്നു എന്നതുകൊണ്ടാണ് അത്തരത്തിലൊരു വരി അവിടെ വന്നത്. കള്ളങ്ങളില്ല, ചതികളില്ല, ഒന്നുമില്ല. അതിന്റെ ആവശ്യമില്ല ജനങ്ങൾക്ക്. ഇന്നത്തെ പോലെ മോഷണമോ കള്ളമോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവരും സന്തുഷ്ടരാണ്. എല്ലാവർക്കും ജീവിക്കാനുള്ള വഴികളുണ്ട്. എല്ലാവരുടെ കയ്യിലും ധനമുണ്ട്. അവർക്ക് ജീവിക്കുവാനുള്ള ധനമുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ഭവനത്തിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു എന്തെങ്കിലും വാങ്ങുവാൻ വേണ്ടി കച്ചവട മേഖലകളിലേക്ക് പോകുന്ന, വ്യാപാര മേഖലകളിലേക്ക് ചെല്ലുന്ന ആൾക്കാർക്ക് അളവിൽ കുറഞ്ഞൊന്നുമല്ല തൂക്കിക്കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് കള്ളം പറയുന്ന ചെറു നാഴികളോ ഒന്നുമില്ല. ഒന്നും ഇല്ലാത്ത നമ്മുടെ എന്താ പറയുന്നത്, കള്ളം എന്ന് പറയുന്ന സംഭവമില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. മനുഷ്യൻ ഒരു കള്ളം പറഞ്ഞ് കൂടുതൽ അതിന്റെ ആവശ്യമില്ല. എല്ലാവർക്കും അവരുടെ സന്തോഷത്തിൽ ജീവിക്കാനുള്ളത് ആ രാജാവ് നൽകിയിരുന്നു. അങ്ങനെയുള്ള രാജാവിനെ ഈശ്വരൻ താഴേക്ക് വന്ന് ചവിട്ടി താഴ്ത്തിയതിന്റെ ഉത്സവമല്ല ഓണം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള രാജാവിനെ ഓർക്കാനുള്ളതാണ് ഓണം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള രാജാവിനെ മനസ്സിൽ നമ്മൾ ഓർത്തുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് മനസ്സുകളിൽ ഓണം നിറയുന്നത്. അതുകൊണ്ട് തന്നെ തനിക്കുള്ളതെല്ലാം അവിടെ ദാനം ചെയ്തുകൊണ്ട്, തനിക്കൊന്നും വേണ്ട, ദാനമായിരിക്കട്ടെ. വന്നത് ഈശ്വരനായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം. പക്ഷേ എന്റെ വാക്ക് ഞാനത് പാലിക്കുന്നു. അതുകൊണ്ടാണ് മഹാബലി സുതലമെന്ന മാനുഷിക മനസ്സുകളിൽ ഇരിക്കുവാൻ, ഇന്നും മറക്കാതെ ഇരിക്കുവാൻ, വർഷത്തിൽ ഓണക്കാലം അല്ലെങ്കിൽ കൂടി ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തെ സ്മരിക്കുവാൻ ഭഗവാൻ ഇട നൽകിയത്. മഹാദേവ ഭക്തനായിരുന്നു മഹാബലി എന്ന് പറയുന്നു. ശിവലിംഗ പൂജ നടത്തിയും മഹാദേവനെ ആരാധിച്ചുമൊക്കെയും സൽപ്രവൃത്തികൾ ചെയ്തു വന്ന ഒരു മഹാരാജാവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സന്തോഷപൂർവ്വം പുതിയ വസ്ത്രങ്ങൾ വാങ്ങിയും നല്ല രീതിയിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചും പുതിയ വസ്തുവകകൾ വീട്ടിലേക്ക് വാങ്ങിയും ബന്ധുമിത്രാദികളെയൊക്കെ സന്തോഷിപ്പിച്ചും മക്കളെയൊക്കെ സന്തോഷിപ്പിച്ചും ഒക്കെയും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ മഹാബലിയുടെ ഒരു മനസ്സ് നിങ്ങളിലേക്ക് എല്ലാവർക്കും വരണം. നിങ്ങളാൽ കഴിയുന്ന പോലൊരു ദാനകർമ്മം നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ഉണ്ണുമ്പോഴും നിങ്ങൾ ഉടുക്കുമ്പോഴും അത് മറ്റൊരാൾക്ക് കൂടി, അത് ചെയ്യുവാൻ കഴിയാത്തൊരാൾക്ക് കൂടി ഉപകാരപ്പെടട്ടെ എന്ന് കൂടി കരുതിക്കൊണ്ട് ഇത്തവണത്തെ ഓണം ആഘോഷിക്കുക. മഹാബലി നിങ്ങളുടെ മനസ്സുകളിൽ തന്നെ നിൽക്കുന്നുണ്ട്. ആ മഹാബലിയെ വേണം നിങ്ങൾ ഓർക്കുവാനായിട്ട്. ആ മഹാബലിയെ വേണം നിങ്ങൾ സ്മരിക്കുവാനായിട്ട്. ആ മഹാബലിയെ നിങ്ങൾ ഓർത്തുകൊണ്ട് വേണം പൂക്കളങ്ങൾ ഇടുന്നതിന് വേണ്ടിയിട്ട്. കാരണം മറ്റു പല ആൾക്കാരും പറയുന്നുണ്ട്, ഒരു അസുരനാണ്, പാതാളത്തിൽ പോയതാണ്, ആ അസുരനെ ആണ് വിളിച്ചു വരുത്തുന്നതാണ് ഓണം. അതുകൊണ്ട് മറ്റു ചില മതസ്ഥർ പറയുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ അസുരന്മാർക്കെതിരാണ്, അതുകൊണ്ട് അത്തരത്തിലൊരു ആഘോഷങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറയുന്നു. പിശാച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നുമല്ല. അതിന്റെ കഥയെയും അതിന്റെ കാര്യങ്ങളെയും അതേ രീതിയിൽ എടുക്കുമ്പോഴാണ് നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന തത്വം നമുക്ക് മനസ്സിലാകുന്നത്. ദൈവത്തിന് അസുരനെന്നോ ദേവനെന്നോ മനുഷ്യനെന്നോ ഇല്ല. ഭഗവാൻ മഹാദേവൻ അങ്ങനെയില്ല. അസുരന് ദേവനാവാം, ദേവൻ അസുരനുമാവാം, മനുഷ്യന് ദേവനുമാവാം, മനുഷ്യന് അസുരനുമാവാം. അതൊക്കെ അവനവന്റെ പ്രവൃത്തി പോലെ ഇരിക്കും. അങ്ങനെയാണ് ബലി എന്ന് പറയുന്ന ആസുരിക ജന്മത്തിൽ ജനിച്ച, അസുര ജന്മത്തിൽ ജനിച്ച ബലി ദേവനെക്കാളുമേറെ ശോഭിച്ചത് അതുകൊണ്ടാണ്, തന്റെ മനസ്സുകൊണ്ടാണ്.
തന്റെ മനസ്സ് ദേവതുല്യം ഉയർത്തിയതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരുടെ മനസ്സും അതുകൊണ്ട് ഞാൻ മനുഷ്യനാണ്, ഞാൻ ജാതിയിൽ കുറഞ്ഞവനാണ്, ഞാൻ അല്ലെങ്കിൽ ജാതിയിൽ ഇന്നവനാണ്, അതൊന്നും വേണ്ട മക്കളെ. അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട. നിങ്ങൾ ഭഗവാന്റെ മക്കളാണ് എന്നൊരു ചിന്ത മതി. നിങ്ങളുടെ മനസ്സിനെ വേണം നിങ്ങൾ ഉയർത്തുവാൻ. മനസ്സിനെ താഴ്ത്തി വെക്കരുത്. മനസ്സിനെ നിങ്ങൾ പാതാളത്തിലിട്ട് ഇടരുത്. മനസ്സിനെ നിങ്ങൾ എന്നും ഉയർത്തി തന്നെ വെക്കണം. മനസ്സിനെ നിങ്ങളെന്നും ഉയർത്തി തന്നെ വെക്കണം. ആ മനസ്സ് ഉയർത്തി വയ്ക്കുമ്പോഴാണ് അവിടെ നല്ല ചിന്തകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഉയർന്നു നിൽക്കുന്ന നിങ്ങളുടെ മനസ്സിനെ നാളെ ചവിട്ടിത്താഴ്ത്താൻ ആര് വന്നാലും ഭഗവാൻ പോലും അതിനെ സുതലത്തിലെത്തിക്കും. ഭഗവാൻ പോലും അതിനെ സുതലത്തിലെത്തിക്കും. ഭഗവാൻ ആ നിങ്ങളുടെ മനസ്സിനെ ഉയർത്തി തന്നെ നിർത്തും. അത്തരം നല്ല ചിന്തകളിൽ കൂടിയും നിങ്ങൾ സൽപ്രവർത്തികളിൽ കൂടിയും ഒക്കെയും ഇത്തവണത്തെ ഓണത്തിലേക്ക് കിടക്കുക. എല്ലാവർക്കും മഹാദേവ പ്രചാരക സംഘത്തിന്റെയും സ്വയംഭൂസ്ഥാന്റെയും ഓണാശംസകൾ അറിയിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളിൽ എല്ലാവർക്കും എന്നും മനസ്സിൽ ഓണങ്ങളായിരിക്കട്ടെ. അമ്മ പ്രകൃതിയെ സ്നേഹിച്ചു ഒരു ആഘോഷത്തിലും അമ്മയ്ക്ക് ദോഷം വരാത്ത രീതിയിലുള്ള ആഘോഷങ്ങൾ നടത്തി ഭഗവാന്റെ മക്കളാണ് എന്ന് കരുതിക്കൊണ്ട് സ്വർഗം പോലെ നിങ്ങളും നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയട്ടെ. അതിനുള്ള ശക്തിയും എല്ലാം ഭഗവാൻ നിങ്ങൾക്ക് തരട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഓം ഹരഹര ശിവശങ്കര ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ. ഓം സർപ്പധാരി. ഓം ഭസ്മഭൂഷണ. ഓം ഗംഗാധര. ഓം ജടാധര. ഓം ത്രിനേത്ര. ഓം ത്രിശൂലനാഥ. ഓം ഉമാമഹേശ്വര ഭഗവാനേ